എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് HSCയുടെ ഹയർ സെക്കൻഡറിയുടെ VHSC സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ HSCയുടെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വേണമെന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും മറ്റ് കോട്ടകളിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കൊന്നും ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇനി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്റ്റ് മാറാൻ സാധിക്കുമോ, എങ്ങനെ അപേക്ഷിക്കാം, ആർക്കൊക്കെ ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കുണ്ട്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയിലേക്ക് വന്നത് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്ക് അത് +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ? HSCയിൽ ഉണ്ടായിരുന്നു ഈ വർഷം, VHSCയിൽ ഉണ്ടായിരുന്നു, HSCയിൽ ഉണ്ടാകുമോ എന്നാണ് പല വിദ്യാർത്ഥികളും കമൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ വർഷവും സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പ് നടത്തിയ ശേഷം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം നടത്താറായിരുന്നു പതിവ്. പക്ഷേ ഇത്തവണ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് നടത്തേണ്ടതിന് പകരം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി സെക്കൻഡ് ട്രാൻസ്ഫർ രണ്ടാമതൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നാണ് പല വിദ്യാർത്ഥികളും നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിൽ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്കും സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയവർക്കൊന്നും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചില്ല. ഉള്ളി മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ട്രാൻസ്ഫറിന് അവസരം ഉണ്ടായിരുന്നുള്ളൂ. അതും ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കും, ഒരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കും, ഇനി അതേ ഒരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കും ജില്ല വരെ മാറുന്നതിനും ഇതിലും അവസരം ഉണ്ടാകുന്നതാണ്. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. അതിന് നിങ്ങൾ HSCAPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. ശേഷം അവിടെ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലിങ്കൊന്നും അവിടെ ഇല്ല. ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം വരുന്ന ലിങ്കല്ല. സെക്കൻഡ് ട്രാൻസ്ഫർ അപേക്ഷ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് നൽകി, അതായത് ആപ്ലിക്കേഷൻ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ക്രമീകരിച്ച് വെക്കാം. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും ട്രാൻസ്ഫർ നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും ട്രാൻസ്ഫർ നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രത്യേകത, ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ആ ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതായത് മെറിറ്റ് കോട്ടയിൽ, അതായത് ഇങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ഉണ്ടാകുക. കാരണം ഇന്നാണ് ഫസ്റ്റ് ട്രാൻസ്ഫർ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം തിങ്കളും അതിനുശേഷം 2 ദിവസം അതിൻ്റെ അഡ്മിഷനാണ്. ശേഷം 22-ാം തീയതി എന്ത് ചെയ്യും? സെക്കൻഡ് ട്രാൻസ്ഫർ
സെക്കൻഡ് ട്രാൻസ്ഫർ അല്ല, സോറി, 22-ാം തീയതി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. 22-ാം തീയതി ഒഴിവ് വരുന്ന വേക്കൻസിയിലേക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൻ്റെ അപേക്ഷകൾക്കും ആ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷയും അതിൻ്റെ റിസൾട്ടും വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുക. മനസ്സിലായി? ഇപ്പോഴും നിരവധി വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പുറത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ നോക്കാം. മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷ അറിയാം. അതായത് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഈ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം മറ്റേത് ഓപ്ഷനിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരും വീഡിയോകളിൽ എത്തിക്കും. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ട്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.